സുഹൃത്തെ, വർഷങ്ങൾക്ക് മുൻപേ 1956 ഒരു ശബ്ദ സന്ദേശം പുറത്തിറങ്ങി. അത് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. ആ ശബ്ദ സന്ദേശം കുറച്ചു ദിവസം മുടങ്ങാതെ അവർ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഏൾ നൈറ്റിംഗേൽസ് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, വിചിത്രമായ രഹസ്യ ലേഖനം. അതായിരുന്നു ആ ശബ്ദ സന്ദേശം. എന്റെ ഈ പ്രിയ സുഹൃത്തും മുടങ്ങാതെ കുറച്ചു ദിവസം ഈ ശബ്ദ സന്ദേശം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ഇങ്ങനെയായിരുന്നു. ഞാൻ നിങ്ങളോട് ഈ ലോകത്തെ ഏറ്റവും വിചിത്രമായ ഒരു രഹസ്യം പറയാം. അന്തരിച്ച നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ ആൽബർട്ടിനോട് ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ചോദിച്ചു: ഡോക്ടർ, ഇന്നത്തെ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു: ആളുകൾ ആരും ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഏറെ അവസരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശി കാത്തിരിക്കുന്നതും സ്വപ്നം കണ്ടതും കഠിനാധ്വാനം ചെയ്തതും എല്ലാം ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ യുഗത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ധാരാളം അവസരങ്ങളുണ്ട്. നമുക്ക് 25 വയസ്സിൽ ജീവിതം തുടങ്ങിയ ഒരു 100 പേരെ ഉദാഹരണമായിട്ട് എടുക്കാം. 65 വയസ്സാകുമ്പോൾ അവർ എവിടെ എത്തുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 100 പേരും എല്ലാവരും തങ്ങൾ വിജയിക്കുമെന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങിയവരാണ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ 100 പേരോടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നായിരിക്കും അവരുടെ ഉത്തരം. ജീവിതത്തോടുള്ള ആകാംക്ഷ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടാകും. അവർക്ക് ജീവിതം എന്നാൽ വളരെ രസകരമായ ഒരു സാഹസികതയാണ്. എന്നാൽ 65 വയസ്സാകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? 100 പേരിൽ ഒരാൾ മാത്രം സമ്പന്നനാകും. 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും. മറ്റുള്ളവർ ഇപ്പോഴും ജോലി എടുക്കുന്നുണ്ടാകും. ബാക്കി 54 പേരുടെ ജീവിതം തകർച്ചയിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് കണ്ണടച്ച് എന്റെ ഈ പ്രിയ സുഹൃത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. 100 പേരിൽ 5 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ജീവിതത്തിൽ പരാജയപ്പെട്ടത്? 25-ാമത്തെ വയസ്സിൽ അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ എവിടെ പോയി? അവരുടെ സ്വപ്നങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക്, അവരുടെ ഭാവി പദ്ധതികൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതും എന്നാൽ യഥാർത്ഥത്തിൽ നേടിയതും തമ്മിലുള്ള അന്തരം, വ്യത്യാസം, അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? വിജയത്തിന്റെ നിർവചനം അപ്പോൾ എന്തായിരിക്കും? 5% മാത്രമാണ് അവർ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത്. വിജയം നേടിയെന്ന് പറയുമ്പോൾ നാം എന്താണ് വിജയം എന്ന് നിർവചിക്കേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും മികച്ച നിർവചനം ഞാൻ ഈ പറയുന്നതാണ്. സക്സസ് ഇസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഐഡിയൽ. അതായത് വിജയം എന്നത് ഉചിതമായ ഒരു മാതൃകയുടെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ വിജയം എന്നത് യോഗ്യമായ ലക്ഷ്യത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. പ്രശസ്ത മനോരോഗ വിദഗ്ധനായ റോളോ മെയ് തന്റെ പുസ്തകമായ മാൻസ് സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നമ്മുടെ സമൂഹത്തിൽ ധൈര്യത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഭീരുത്വമല്ല, അത് അനുരൂപപ്പെടുന്നതാണ്, അതായത് പൊരുത്തപ്പെടുന്നതാണ്. ഇന്നത്തെ പ്രശ്നം അത് തന്നെ. എല്ലാവരും അനുരൂപപ്പെടുകയാണ്, അല്ലെങ്കിൽ പൊരുത്തപ്പെടുകയാണ്. അതായത് ആളുകൾ മറ്റുള്ളവരെ പോലെ അഭിനയിക്കും. എന്തുകൊണ്ടെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ അറിയാതെ മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കും. അമേരിക്കയുടെ ഒരു കാര്യം എടുത്താൽ 65 വയസ്സിന് മുകളിലുള്ള 40 മില്യൺ ആൾക്കാരാണ് ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 7-ാം വയസ്സിൽ നാം വായിക്കാൻ പഠിക്കുന്നു. 25-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുന്നു. ഒപ്പം സാധാരണഗതിയിൽ ഒരു കുടുംബത്തെ കൂടി നമ്മൾ പോറ്റുന്നു. പക്ഷേ 65 വയസ്സായിട്ടും സാമ്പത്തിക സ്വാശ്രയത്വം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മൾ ആരും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇതിനുള്ള ഉത്തരം. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാം തെറ്റായ ആളുകളെയാണ് ജീവിതത്തിൽ മാതൃകയാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ വിജയം നേടാത്ത 95% ആളുകളുമായിട്ടാണ് നാം ഇങ്ങനെ താരതമ്യപ്പെടുത്തി കൊണ്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്? അതിന്റെ ഉത്തരം അവർക്ക് തന്നെ അറിയില്ല. ആ ആളുകൾ വിചാരിക്കുന്നത് അവരുടെ ജീവിതം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളും പുറത്തു നിന്നുള്ള ശക്തികളുമാണെന്നാണ്.
അവർ സ്വയം ഇങ്ങനെ കരുതുന്നു. ഒരിക്കൽ ജോലിയുള്ള കുറച്ച് ആളുകളുടെ ഒരു സർവേ നടത്തി. അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചു. 20 പേരിൽ 19 പേർക്കും അതിനുള്ള ഉത്തരം ഇല്ലായിരുന്നു. നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അപ്പോൾ അതാണ് കാരണം. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു. ഇനി നമുക്ക് വിജയത്തിന്റെ നിർവചനത്തിലേക്ക് പോകാം. ആരാണ് ലോകത്ത് വിജയിക്കുന്നത്? ഉചിതമായ മാതൃക തിരിച്ചറിയുന്ന വ്യക്തി. അവർ മാത്രമാണ് വിജയിക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ ആയിത്തീരും എന്ന് പറയുന്ന വ്യക്തി, അതിനുശേഷം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. ആരാണ് വിജയിയായ ആളുകൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് ഞാൻ പറയാം. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ വിജയിയാണ്. കാരണം അവൻ അല്ലെങ്കിൽ അവൾ ടീച്ചറാകാൻ ആഗ്രഹിച്ചിരുന്നു. ഭാര്യയും അമ്മയുമായ ഒരു സ്ത്രീ വിജയിയാണ്. കാരണം അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അവളത് നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങിയ ഒരു സംരംഭകൻ, അവനും വിജയിയാണ്. കാരണം അത് അയാളുടെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നമായിരുന്നു. ഇനി തന്റെ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് പേഴ്സൺ ആകാൻ ആഗ്രഹിച്ച് ആ ഗോളിലേക്ക് യാത്ര ചെയ്യുന്ന ആ സെയിൽസ് ജീവനക്കാരനും വിജയിയാണ്. ഇനി മുൻകൂട്ടി തീരുമാനിച്ച ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും വിജയിയാണ്. കാരണം അതായിരുന്നു അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പക്ഷേ 20 പേരിൽ ഒരാൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മത്സരം ഒന്നും അങ്ങനെ പറയുന്ന ഒരു കാര്യവുമില്ല. മത്സരിക്കുന്നതിന് പകരം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ ലോകത്ത് മത്സരം എന്നൊന്നില്ല. മത്സരിക്കുന്നതിന് പകരം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 20 വർഷമായിട്ട് ഞാൻ ഒരു കീക്ക് വേണ്ടി അല്ലെങ്കിൽ താക്കോലിന് വേണ്ടി ഇങ്ങനെ തിരയുകയായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം എന്തായി തീരുമെന്ന് പ്രവചിക്കാനാകുന്നു വിജയത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു താക്കോൽ. അതെ, അങ്ങനെയുള്ള ഒരു താക്കോലുണ്ട്. അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ചില ആളുകൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തതും, എന്നാൽ ചില ആളുകൾ കാര്യമായൊന്നും അധ്വാനിക്കാതെ എല്ലാ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നു? അല്ലെങ്കിൽ അവർ നേടിക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് 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 അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റും, സ്വർണമായി മാറുന്നു എന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ വിജയിക്കുന്ന വ്യക്തി തുടർച്ചയായിട്ട് എപ്പോഴും വിജയിക്കുന്നതും, എന്നാൽ പരാജയപ്പെടുന്ന വ്യക്തി തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗോൾസ് അഥവാ ലക്ഷ്യങ്ങളാണ്. ചില ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ട്, ചില ആളുകൾക്ക് അതില്ല. ലക്ഷ്യങ്ങളുള്ള ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നു. കാരണം അവർക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായി അറിയാം. അത് വളരെ ലളിതവുമാണ്. പൂർണ്ണമായ യാത്രാ മാപ്പ് തയ്യാറാക്കി ആസൂത്രണം ചെയ്ത ഒരു കപ്പലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. കപ്പൽ എവിടേക്കാണ് പോകുന്നതെന്നും എത്ര സമയം എടുക്കുമെന്നും ക്യാപ്റ്റനും അതിലെ ക്രൂ അംഗങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. 10,000-ൽ 9,999 തവണയും അത് അവിടെ എത്തുക തന്നെ ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കപ്പൽ എടുക്കാം. ആദ്യത്തേതുപോലെ തന്നെ അതിൽ ക്രൂവോ നയിക്കാൻ ഒരു കപ്പിത്താനോ ഒന്നുമില്ല. എവിടേക്കാണ് പോകേണ്ടതെന്നോ ലക്ഷ്യസ്ഥാനവും കൊടുത്തിട്ടില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വെറുതെ പോകാൻ അനുവദിക്കുന്നു. തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന അത് കടലിൽ മുങ്ങിപ്പോവുകയോ കാറ്റിന്റെ ദിശയിൽ മുന്നോട്ട് പോയി കടലിന്റെ ഏതെങ്കിലും നമ്മൾ അറിയാത്ത വിജനമായ ഭാഗത്ത് അകപ്പെടുകയോ ചെയ്തേക്കാം. കാരണം അതിന് ലക്ഷ്യസ്ഥാനമോ അതിനെ നയിക്കാൻ വ്യക്തിയോ ഇല്ലായിരുന്നു. സുഹൃത്തെ, ഇനി നമുക്ക് ഒരു സെയിൽസ്മാന്റെ ഉദാഹരണം എടുക്കാം. ഒരു നല്ല സെയിൽസ്മാൻ എന്ന് പറയുന്നത് അത്രയും ഭാവിയുള്ള മറ്റൊരു വ്യക്തി ഇന്ന് ലോകത്തിലില്ല. നിങ്ങൾ ഒരു മേഖലയിൽ മിടുക്കനാണെങ്കിൽ, സെയിൽസ് മേഖലയിൽ മിടുക്കനാണെങ്കിൽ, എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ലോകത്തിലെ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. എല്ലാ കമ്പനികൾക്കും വിദഗ്ധരായ സെയിൽസ്മാനെ ആവശ്യമാണ്. അവർ അത്തരം ആളുകൾക്ക് കനത്ത വേതനവും എല്ലാ സൗകര്യങ്ങളും മികച്ച ഇൻസെന്റീവും അങ്ങനെ എല്ലാം നൽകുന്നു. പക്ഷേ അത്തരത്തിലുള്ള എത്ര പേരെ നിങ്ങൾക്ക് കണ്ടെത്താനാകും? എന്നിരുന്നാലും മനുഷ്യവർഗം സ്ഥിരതയുള്ളതാണ്. ലോകത്ത് ശക്തനെ വിജയിക്കുന്നതിൽ നിന്ന് ഒരിക്കലും തടയാനാകില്ല, ദുർബലരെ തോൽക്കുന്നതിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ജീവിക്കാനും കുടുംബം പോറ്റാനും പ്രത്യേക ബുദ്ധിയോ കഴിവുകളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ എത്രത്തോളം ഉയരത്തിൽ പോകണമെന്ന് ലക്ഷ്യമിടുക എന്നതാണ് പ്രധാനം. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ആ രഹസ്യത്തിലേക്ക് തിരിച്ചു പോകാം. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടിലേക്ക്.
എന്തുകൊണ്ടാണ് ഗോളുകൾ ഉള്ള ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കുന്നതും അല്ലാത്തവർ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ തോൽക്കുന്നതും? നിങ്ങൾക്കിത് യഥാർത്ഥത്തിൽ മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകില്ല. ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും തോന്നും. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വിഷമങ്ങൾ ഉണ്ടാവില്ല, ഉത്കണ്ഠകൾ ഉണ്ടാകില്ല, സംശയമോ ഭയമോ ഒന്നും ഇനി ജീവിതത്തോട് തോന്നില്ല. ഇതെല്ലാം ഇനി പഴയ കാര്യങ്ങളായിരിക്കും. കാരണം വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിലേക്കുള്ള താക്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നാം എന്താണ് ചിന്തിക്കുന്നതെന്നോ അത് നാം ആയി മാറുന്നു. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എന്താണോ ചിന്തിക്കുന്നത് അതായി നാം മാറും. ചരിത്രത്തിലുടനീളം മഹാജ്ഞാനികളും അധ്യാപകരും തത്വചിന്തകന്മാരും പ്രവാചകന്മാരും പല കാര്യങ്ങളിലും പരസ്പരം വിയോജിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ സമ്പൂർണവും ഏകകണ്ഠമായിട്ടുള്ള ഒരു യോജിപ്പിൽ എത്തിയത്. അതായത് വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിനുള്ള താക്കോലും ഇതാണ്: നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരുന്നു. ഇതാണ് വിചിത്രമായ ആ രഹസ്യം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് വിചിത്രം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ അതിനെ രഹസ്യമാണെന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ഇത് ഒരു രഹസ്യമല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് ഇത് ആദ്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. ഇക്കാര്യം പല പുണ്യപുസ്തകങ്ങളിലും പലതവണ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതേക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായത്. ചില വിചിത്രമായ കാരണങ്ങളാൽ ഇത് ഇപ്പോഴും രഹസ്യമായിട്ട് തുടരുന്നു. മഹാനായ റോമൻ ചക്രവർത്തിയായ മാർക്കസ് ഔറലിയാസ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം സൃഷ്ടിക്കുന്നത് അവന്റെ ചിന്തകളാണ്. ബെഞ്ചമിൻ ഡിസ്രേലി ഇങ്ങനെ പറയുന്നു, കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാം സംഭവിക്കും. ഒരു നീണ്ട ധ്യാനത്തിന് ശേഷം ഒരു കാര്യം എനിക്ക് ബോധ്യമായി: ഒരു നിശ്ചിത ലക്ഷ്യമുള്ള വ്യക്തി അത് നേടുക തന്നെ ചെയ്യും. അതിന്റെ പൂർത്തീകരണത്തിനായി അവരുടെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന അവരെ ഒരിക്കലും ആർക്കും തടയാനാകില്ല. റാൾഫ് വാൾഡോ എമേഴ്സൺ ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി എന്നാൽ അയാൾ ആ ദിവസം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വില്യം ജെയിംസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് അവന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നതാണ് എൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തും. നിങ്ങൾ സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. നിങ്ങൾ പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ പഴയ സുഹൃത്ത് ഡോക്ടർ നോർമൽ വിൻസെന്റ് പീൽ ഇപ്രകാരം പറഞ്ഞു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണിത്. ഞാനിത് ചെറിയ പ്രായത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറെ കഴിഞ്ഞിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ട് ഞാൻ കരുതുന്നു. ഈ നിയമത്തെ ചുരുക്കി ഇങ്ങനെ പറയാം: നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോർജ് ബെർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞു, ആളുകൾ എപ്പോഴും അവരുടെ സാഹചര്യങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തേക്ക് വിജയികളായവർ അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അവർക്ക് അവയെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ അവയെ സൃഷ്ടിക്കുന്നു. ഇത് എത്ര ശരിയാണ്! നാം എന്ത് ചിന്തിക്കുന്നുവോ അത് നാം ആയിത്തീരുന്നു. ഉറപ്പുള്ള മൂല്യവത്തായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി അതിലേക്ക് പതിയെ എത്തിച്ചേരും. കാരണം തന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നാം ചിന്തിക്കുന്നത് എന്തോ അതായി തീരുന്നു. നേരെ മറിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തവരുടെ മനസ്സിൽ ആശയക്കുഴപ്പത്തിന്റെയും ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും ചിന്തകളായിരിക്കും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അതുവഴി അവർ സൃഷ്ടിക്കുന്നത് നിരാശയും ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. ഒരാൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ ഒന്നുമാകില്ല. എങ്ങനെയാണ് വിചിത്രമായിട്ടുള്ള ഈ രഹസ്യം
ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് പ്രവർത്തിക്കുന്നത്. നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ് നാം ആയിത്തീരുന്നത്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കർഷകന്റെ ഭൂമി പോലെയാണ്. ആ സ്ഥലത്ത് എന്ത് നടണമെന്ന് അയാൾക്ക് തീരുമാനിക്കും. എന്താണോ നടുന്നത് അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. കർഷകന് രണ്ട് വിത്തുകൾ ഉണ്ടെന്ന് കരുതുക. ഒന്ന് ചോളവും രണ്ടാമത്തത് വിഷവിത്തും. അയാൾക്ക് ഭൂമിയിൽ രണ്ട് കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്തും പതിയെ നടാം. അതിനുശേഷം അതിനു മുകളിൽ മണ്ണിട്ടു വെള്ളമൊഴിച്ചു. കുറച്ചുനാൾ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണോ അദ്ദേഹം നട്ടത് അത് ആ ഭൂമി കർഷകന് തിരിച്ചു കൊടുക്കും. വിതയ്ക്കുന്നത് എന്താണോ അതാണ് നമ്മൾ കൊയ്യുന്നത്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ വളരെ ഫലപുഷ്ടവും അവിശ്വസനീയവും നിഗൂഢവുമാണ്. അവിടെ വിജയമാണ് നടുന്നതെങ്കിൽ അതായിരിക്കും എൻ്റെ ഈ പ്രിയ സുഹൃത്തിന് ലഭിക്കുന്നത്. പരാജയമാണെങ്കിൽ അതും. ഒരു മൂർത്തമായ മൂല്യവത്തായ ലക്ഷ്യമാണോ നമ്മൾ നേടുന്നത്, അതോ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ഭയവും ഉത്കണ്ഠയും എന്നിവയാണോ? എന്തായാലും നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് എന്താണോ അത് നമ്മളിലേക്ക് ഒന്നും ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും തിരിച്ചു വരും. ജനന സമയത്ത് നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ മനസ്സ് കിട്ടും. അങ്ങനെ ലഭിക്കുന്നതിന് നാം വലിയ വില കൽപ്പിക്കാറില്ല. എന്നാൽ നാം പണം കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങൾക്ക് നാം ഒരുപാട് 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 വില കൊടുക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾക്ക് നമുക്ക് സൗജന്യമായിട്ടാണ് ഈ ലോകത്ത് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മനസ്സ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ബുദ്ധി, കുടുംബത്തോടും കുട്ടികളോടും സുഹൃത്തുക്കളോടും ഈ രാജ്യത്തോടുമുള്ള എന്തെന്നില്ലാത്ത സ്നേഹം, അമൂല്യമായിട്ടുള്ള ഈ സ്വത്തുക്കളെല്ലാം സൗജന്യമാണ്. എൻ്റെ ഈ പ്രിയ സുഹൃത്ത് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ നാം പണം ചെലവാക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി പുനഃസ്ഥാപിക്കുന്നതുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട് കത്തി നശിച്ചാലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അത് നമുക്ക് പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കാം. എന്നാൽ നമുക്ക് വെറുതെ കിട്ടിയ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും നമ്മുടെ മനസ്സിന് നമ്മൾ എന്തെന്നില്ലാതെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും അവർക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ പൊതുവെ പറഞ്ഞാൽ വലിയ ജോലികൾക്ക് പകരം ചെറിയ ചെറിയ ജോലികൾക്കായിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അതിനാൽ ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ കൂട്ടിയുറപ്പിക്കുക, മനസ്സിൽ സ്ഥാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനമായ തീരുമാനമാണിത്. സുഹൃത്തെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ മികവ് പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് തന്നെ പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാകും. അത് അങ്ങനെ ആകാതിരിക്കാൻ ഒരു വഴിയുമില്ല. സാർ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ നിങ്ങൾ താഴേക്ക് തന്നെ പോകും, ഒരിക്കലും മുകളിലേക്ക് പോകില്ല. കൂടാതെ പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും ഇതിന് സമാനമാണ്. അവ എപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഗോളിനെ കുറിച്ച് കണ്ണടച്ച് വളരെ ശാന്തമായ അവസ്ഥയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനകം നേടിയതായിട്ട്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയതായിട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ തന്നെ കണ്ണടച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം ചിന്തകളുടെ ആകെ തുകയാണ്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചിന്തകൾ ഭാവിയിൽ ഫലത്തിൽ നിന്നും ജീവിക്കണം. കാരണം നിങ്ങൾ ഇന്നും നാളെയും അടുത്ത മാസവും അടുത്ത വർഷവും ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ പതിയെ പതിയെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ ഞാൻ കിഴക്കൻ അരിസോണയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു ഭീമാകാരമായ മണ്ണുമാന്തി യന്ത്രം റോഡരികിൽ അതിന്റെ ജോലി ചെയ്യുകയായിരുന്നു. അതിൽ 30 ടൺ മണ്ണുണ്ടായിരുന്നു. ഒരു ചെറിയ മനുഷ്യനാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ആ വലിയ യന്ത്രവും മനുഷ്യ മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോർത്ത് എനിക്ക് ഒരുപാട് അതിശയം തോന്നി. ഒന്നോർത്തു നോക്കൂ, നിങ്ങളാണ് ഇത്രയും വലിയ ഊർജ സ്രോതസ്സിനെ നിയന്ത്രിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾ അതിനെ കുഴിയിലേക്ക് ഓടിക്കാൻ പോവുകയാണ്, അതോ നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ശക്തിയെ നിർദ്ദിഷ്ടമായ മൂല്യവത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ്? ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. നോക്കൂ, നമുക്ക് വിജയം നൽകുന്ന നിയമം തന്നെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. വിജയം, സമ്പത്ത്, സന്തോഷം തുടങ്ങിയ നാം സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് തരാൻ കഴിവുള്ള അതേ നിയമം തന്നെയാണ് നമ്മെ
കുഴിയിലേക്ക് വീഴ്ത്തുന്നത്. നാം ആ നിയമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നല്ലതിന് വേണ്ടിയാണോ ചീത്തയ്ക്ക് വേണ്ടിയാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഈ വിചിത്രമായ രഹസ്യം. അതായത് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. രേഖപ്പെടുത്തിയ ചരിത്രത്തിന്റെ ഉദയം മുതൽ വിദഗ്ധർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നതിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയവയ്ക്ക് വില കൊടുക്കുക. വിജയിക്കാതെ ജീവിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത്. നിങ്ങൾ ഒരു ലക്ഷ്യം തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ ഒരു വിജയിയായ വ്യക്തിയായിട്ട് മാറുന്നു. ആദ്യം പറഞ്ഞ 100 പേരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറും. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെ കൈവരിക്കാൻ പോകുന്നത് എന്നിങ്ങനെ അമിതമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് നിങ്ങളെക്കാൾ വലിയ ശക്തിക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: എവിടേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായി അറിയുക. ശരിയായ സമയത്ത് ശരിയായ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇന്ന് തന്നെ ഇതിന് തുടക്കമിടും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങളുടെ ജീവിതം മുഴുവനുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ അടുത്ത 30 ദിവസത്തേക്ക് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. നമ്പർ 1, മറ്റെന്തിനേക്കാളും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു ചെറിയ കാർഡിൽ എഴുതി വയ്ക്കുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു കാർഡിൽ, ചെറിയൊരു കാർഡ് എടുത്ത് അതിൽ എഴുതി വയ്ക്കുക. അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണമാകാം, അല്ലെങ്കിൽ ഇരട്ടി വരുമാനമാകാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു വീടായിരിക്കാം, നല്ല ജോലിയാകാം, കെട്ടുറപ്പുള്ള കുടുംബമാകാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ കാർഡിൽ വ്യക്തമായിട്ട് എഴുതുക. ഒറ്റ ഗോൾ മാത്രമേ എഴുതാവൂ. അത് വളരെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഇത് ആരെയും കാണിക്കേണ്ടതില്ല. ഈ കാർഡ് എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. ദിവസത്തിൽ പലതവണ നിങ്ങൾ ഈ കാർഡിലേക്ക് നോക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഇത് നോക്കുക. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ അത് എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം മുതൽ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് പതിയെ പതിയെ എത്തിക്കഴിഞ്ഞിരിക്കും. നമ്പർ 2, നിങ്ങൾക്ക് ഭയം തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുക. ഓരോ തവണയും നിങ്ങളുടെ മനസ്സിലേക്ക് ഭയാനകമായത് എന്താണോ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ട് ആ ചിത്രം ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ നെഗറ്റീവായി ചിന്തിക്കാൻ ഒരു മനുഷ്യന് വളരെ 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 എളുപ്പമാണ്. അതുകൊണ്ട് 5% പേർ മാത്രമാണ് വിജയിക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ തന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോഴേ ശ്രമം തുടങ്ങണം. ഡൊറോത്തിയ ബ്രാൻഡെ പറഞ്ഞ പോലെ, പരാജയപ്പെടുക എന്നത് അസാധ്യമാണെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നാലും എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കൺമുന്നിൽ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ഈ പുതിയ ജീവിതത്തിൽ അത് അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്പർ 3, നിങ്ങൾ നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം എപ്പോഴും അളക്കുന്നത്. പണം ഉണ്ടാക്കണമെന്ന് മിക്ക ആളുകളും നിങ്ങളോട് പറയും. എന്നാൽ അവർ ഈ നിയമം മനസ്സിലാക്കിയിട്ടില്ല. കറൻസി അച്ചടിക്കുന്നത് മാത്രമാണ് ആളുകൾ പണം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. വിജയം പണം ഉണ്ടാക്കുന്നതിന്റെ ഫലമല്ല, മറിച്ച് പണം സമ്പാദിക്കുന്നത് വിജയത്തിന്റെ ഫലമാണ്. വിജയം നമ്മൾ നൽകുന്ന സേവനത്തിന്റെ നേർ അനുപാതത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഈ നിയമത്തെ ഇങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത്, അടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് ആദ്യം എനിക്ക് ചൂട് തരൂ, എന്നിട്ട് ഞാൻ വിറക് വെക്കാം എന്ന് പറയുന്നത് പോലെയാണ്. ജീവിതത്തിൽ ഈ മനോഭാവം കാണിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? മില്യൺ കണക്കിന് ആളുകളുണ്ട്. അടുപ്പിൽ നിന്ന് ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് ഇന്ധനം ഇടണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അത് ആദ്യം സേവനം നൽകുക. പണത്തെക്കുറിച്ച് ഒരിക്കലും ആശങ്കപ്പെടരുത്. ഒരിക്കലും ജീവിതത്തിൽ അതിനെ ഭയത്തോടു കൂടി നോക്കരുത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സേവനത്തിൽ ആയിരിക്കുക, കെട്ടിപ്പടുക്കുക, ജോലി ചെയ്യുക, സ്വപ്നം കാണുക, സൃഷ്ടിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പരിധിയില്ല എന്ന് നിങ്ങൾ കണ്ടെത്തും. പരീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ നിങ്ങളുടെ ഈ പരീക്ഷ ആരംഭിക്കരുത്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ആ ദിവസം മുതൽ 30 ദിവസത്തേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിക്കുക. ക്രമേണ നിങ്ങളിൽ പുതിയ ശീലങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ രൂപപ്പെടും. ഒന്നും അസാധ്യമല്ലാത്ത ഒരു ചെറിയൊരു ശതമാനത്തിൽ ഒരാളായി നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നത് വരെ ഇത് തുടരുക. എല്ലാറ്റിനും ഉപരിയായി ആശങ്കപ്പെടാതിരിക്കുക. ഉത്കണ്ഠ ഭയം കൊണ്ടുവരും. ഭയം എല്ലാത്തിനും വികലമാകും. നിങ്ങളുടെ ടെസ്റ്റ് സമയത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന
ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എല്ലാ സമയത്തും നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുക എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം തനിയെ വന്നു. ഈ 30 ദിവസത്തെ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ നടത്തുക, അത് ആവർത്തിക്കുക, തുടർന്ന് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഓരോ തവണയും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നത് വരെ ഈ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ ജീവിക്കുക. സമൃദ്ധിയുടെ പ്രവാഹങ്ങൾ തുറക്കുകയും നിങ്ങളുടെ സ്വപ്നം കണ്ടതിൽ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. പണം, അതെ, ഒരുപാട് പണം. എന്നാൽ അതിലും പ്രധാനമായത് മറ്റൊരു കാര്യമാണ്. നിങ്ങളിൽ സമാധാനം നിറയും. ശാന്തിയും സമാധാനവും സന്തോഷപ്രദമായ വിജയകരമായ ജീവിതം നയിക്കുന്ന ആ ന്യൂനപക്ഷത്തിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്തും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് അനീഷ് കുമാർ.